മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ആളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ആഗ്രഹിച്ചു കൊള്ളാൻ പറയും. തമന്ന, നീ ആഗ്രഹിച്ചുകൊള്ളു, ഇഷ്ടമുള്ളത് ആഗ്രഹിക്കുക. അപ്പം ഫയതമന്ന അവനങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. അവനങ്ങനെ ആഗ്രഹിക്കും, അവൻ ആഗ്രഹിക്കേണ്ടതെല്ലാം ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചു കഴിയും. അങ്ങനെ അള്ളാഹു വീണ്ടും അവന് ഓർമ്മപ്പെടുത്തി കൊടുക്കും. തമന്ന കദാ വ കദാ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു എന്ന്. അവൻ ആഗ്രഹിക്കാത്ത പലതും അള്ളാഹു അവനെ ആഗ്രഹിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഫയതമന്ന അങ്ങനെ അവൻ ആഗ്രഹിക്കും. ഹത്താ ഇദാ ഖതഅത് ബിഹിൽ അമാനി, അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവസാനിക്കും. അവൻ ആഗ്രഹിക്കേണ്ടതിൻ്റെ ഏറ്റവും അവസാനം വരെ അവൻ ആഗ്രഹിക്കും. പോരാത്തതിന് പകരം അള്ളാഹു അവന് പലതും ഓർമ്മിപ്പിച്ചു കൊടുക്കും ചെയ്യും. എന്നിട്ടും ആഗ്രഹിക്കും. എന്നിട്ട് ആഗ്രഹങ്ങളൊക്കെ നിൽക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നൊരു വാക്കുണ്ട്. അള്ളാഹു പറയും, ഈ ആഗ്രഹിച്ചതും അതിൻ്റെ 10 ഇരട്ടി എനിക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ ഫضലാണ്. സ്വർഗത്തിൽ അവസാനമായി കിടക്കുന്ന ഒരുവന്റെ അവസ്ഥ അതാണ്. അപ്പൊ അവന് മുൻകിടന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിന്റെ ഫضലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.